ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഷർട്ട് മോഡലൊരു കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. നെക്സ്റ്റ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമുക്കിതിൻ്റെ ആ ഒരു കട്ടിങ് നോക്കാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ബാക്കിലത്തെ പീസാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സിംഗിളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതൊരു 50 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ ഇതൊരു 44 ഇഞ്ച് വിഡ്ത്ത് വരുന്ന മെറ്റീരിയലായിരുന്നേ. എന്നിട്ട് നമ്മളിതാ ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് ഇതിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു താഴ്ച, ആ ഒരു ഷോൾഡർ ഡൗൺ ഒരു ചെറുതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 1/2 ഇഞ്ചിൽ നിന്ന് താഴേക്കാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ കട്ട് ചെയ്യാനുള്ള 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ മെഷർമെൻറ്റും അതേ രീതിയിൽ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ആ ഒരു 1/2 ഇഞ്ച് ഒന്ന് ഇറക്കി മാർക്ക് ചെയ്തതന്നേ ഉള്ളേ. ഇത് കോളർ വരുന്ന നെക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മൾ ആം ഹോൾ ഒന്ന് കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മതിയാവേ. എന്നിട്ട് നമ്മളൊരു 14.5 ഇഞ്ചിൽ നമ്മളതിൻ്റെ ഷേപ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഇവിടെ ആയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല ഒരു സൈസിലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോണത്. എന്നിട്ടിതാ നമ്മൾ ചരിച്ച് താഴേക്ക് ആ ഉള്ള വീതിയിൽ അങ്ങ് താഴേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതൊരു എ ലൈൻ കട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിൽ പിന്നെ നമ്മൾ 2 പടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. അവിടെ നമ്മൾ ബട്ടൺസും ബട്ടൺ ഹോളും ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ നെക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നില്ലേ, പിന്നെ നമ്മളവിടെ ആ ഒരു ഷോൾഡർ ഡൗണിലേക്ക് ചരിച്ച് വരച്ച ആ മാർക്കിങ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതല്ലാതെ നെക്ക് നമ്മൾ ഒട്ടും കട്ട് ചെയ്തെടുക്കുന്നില്ലേ. ഇനി ഫ്രണ്ട് പീസാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസിൻ്റെ ബാലൻസ് വശം കൊണ്ടാണ്, മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളിനി ഇതിലേക്കിട്ടാണ് നമ്മൾ ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 3.5 മീറ്റർ മെറ്റീരിയലാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ടോപ്പിൻ്റെ ബോഡി പോർഷനും അതേപോലെ സ്ലീവിനും പിന്നെ കോളറിനും വേണ്ടിയിട്ടാണ് ഇത്രയും മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നമുക്ക് മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുവേ. ഇനി നമ്മൾ ഈ ഇട്ട് കൊടുത്ത മെറ്റീരിയലിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്കിലത്തെ പീസ് വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഈ ഒരു ഫോൾഡ് വരുന്ന വശത്ത് ഞാൻ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പടി വരുന്നത് കൊണ്ട് തന്നെ അത് പിടിപ്പിക്കാനുള്ള ആ ഒരു തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഫോൾഡിൻ്റെ വശത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു ബാക്കിലത്തെ പോർഷൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാനേ. ഇനി ബാക്കിയെല്ലാം നമുക്ക് അത് കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ ഇതുപോലെ ഒപ്പം വെച്ച് നമുക്കൊന്ന് വരച്ചെടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അളവിൽ ഞാനൊന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒപ്പം വെച്ചങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടും നമുക്ക് മെറ്റീരിയലൊന്നും വേസ്റ്റ് പോകുന്നില്ല അധികം. ഇനി ഫ്രണ്ടിലത്തെ പടിക്കുമൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയലാണ്, നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് എടുക്കുന്നത്. ഇനി ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പീസായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാനൊരു 3.5 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തും അതേപോലെ താഴേക്കുള്ള ഇറക്കവും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ നമുക്കൊരു അളവ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതല്ലാതെ ഈ കോളർ നെക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഇറക്കവും അകലവും കണ്ടുപിടിക്കേണ്ടത് ഞാനിതിന് മുമ്പായിട്ടൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതറിയാൻ വയ്യാത്തവർക്ക് അതിൽ നോക്കിയാൽ മതി, അത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ടുള്ള മാർക്കിങ്സ് ഒക്കെ ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി വന്ന പീസിൽ നിന്നാണ് നമ്മൾ ആ സ്ലീവ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ ഒരു വരുന്ന പീസ് അതിൻ്റെ കോളറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കണേ. അതിനാണിത് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും തുണിയും നമുക്ക് വേസ്റ്റൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. ഇനി നമുക്ക് കെട്ടി വെച്ചേക്കാം. ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാവേ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ടാണ് നമ്മൾ കുറച്ച് ദിവസം വീഡിയോസൊന്നും കാണാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.